തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ ഘോഷയാത്രയോടുകൂടി മലയാളക്കരയിലെ ഓണാഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കമായിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ നഗരത്തെ പുളകം അണിയിച്ചുകൊണ്ടാണ് ഘോഷയാത്ര കടന്നു പോകുന്നത്. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി അഞ്ജന കൂടി ചേരുകയാണ്. അഞ്ജന, പറഞ്ഞാൽ തീരാത്തത്ര വർണ്ണമനോഹരമായ കാഴ്ചകളാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയിലുള്ളത്. പ്രത്യേകിച്ചും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ സജീവമായ സാന്നിധ്യം. ആയിരങ്ങളാണ് ഈ അത്തച്ചമയ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. അഞ്ജന ഇപ്പോൾ എവിടെയാണുള്ളത്? ഈ ഘോഷയാത്രയിലെ വിശേഷങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്? അഞ്ജന. മനോഹരമായ രീതിയിൽ തന്നെയാണ് അത്തച്ചമയ ഘോഷയാത്ര ഇപ്പോൾ നടന്നു നീങ്ങിയത്. ഞാനിപ്പോൾ കിഴക്കേക്കോട്ടയിലാണ്. ഏകദേശം മിഥുൻ മുരളി പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഏകദേശം കിഴക്കേക്കോട്ടയിൽ നിന്നുള്ള ഘോഷയാത്രയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയിരിക്കുകയാണ്. വളരെയധികം ജനത്തിരക്ക് ഇപ്പോൾ ഏകദേശം അനുഭവപ്പെടുന്നുണ്ട്. കാരണം ആൾക്കാർ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. വളരെയധികം എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. നമ്മൾ എന്താണോ പഴയ കേരളം അല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് അറിയാതെ പോയൊരു കേരളത്തെ നമുക്കിവിടെ കാണാൻ സാധിച്ചിരിക്കുകയാണ്. എന്തായിരുന്നു കേരളം, എങ്ങനെയായിരുന്നു നമ്മുടെ കേരളം, ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഈ ഓണത്തിലേക്ക് എങ്ങനെയാണ് നമ്മുടെ കേരളം എത്തിച്ചേർന്നത്, അതുപോലുള്ള വളരെ വ്യക്തമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വർഷത്തെ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും നമുക്ക് ഘോഷയാത്രയിലൂടെ കാണാൻ സാധിച്ചു. ആടുജീവിതം തുടങ്ങിയ കാര്യങ്ങളും അതുപോലെ തന്നെ ചങ്ങമ്പുഴയുടെ വാഴക്കുല തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുകയും ചെയ്തു. വളരെ വ്യക്തമായി തന്നെ ഇന്നത്തെ തലമുറയ്ക്ക് നമ്മുടെ കേരളത്തിൻ്റെയും കേരള സംസ്കാരത്തെയും വിളിച്ചോതുന്ന ഒരു അത്തച്ചമയ ഘോഷയാത്രയായിരുന്നു കാണാൻ സാധിച്ചത്. പറയാനാണെങ്കിൽ വാക്കുകൾ ഏറെ ഉണ്ട്. അതുപോലെ തന്നെ പറഞ്ഞു തീർക്കാനും പറ്റാത്ത രീതിയിലാണ് കാഴ്ചകളും ആഘോഷങ്ങളും. ഇവിടെ ചെണ്ടമേളവും വാദ്യവും അതുപോലെ തന്നെ സുന്ദരന്മാരായിട്ട് നിൽക്കുന്ന നമ്മുടെ കുട്ടികളും ഒത്തിരിയധികം കാഴ്ചകൾ വളരെയേറെയുണ്ട്. എത്രത്തോളം തന്നെ പറഞ്ഞാൽ തീരത്തില്ല എന്തൊക്കെയാണ് ഇന്നത്തെ ഇവിടെ വിശേഷങ്ങൾ. ഇനിയും വിശേഷങ്ങൾ ഏറെയുണ്ട്. അത് കേൾക്കാനും കാണാനുമായിട്ട് ജനംജിയുടെ പ്രേക്ഷകരും നമുക്കൊപ്പം ഉണ്ടെന്നറിയാം. അത് പറഞ്ഞു തീരാൻ തന്നെ കഴിയാത്തൊരു രീതിയിലാണ് നമ്മൾ ഓരോ സൈഡിലുമായിട്ട് നിൽക്കുന്ന ഓരോ റിപ്പോർട്ടേഴ്സും. കാരണം അത്രയേറെ കാഴ്ചകളാണുള്ളത്. ഓരോ കാഴ്ചകളും അല്ലെങ്കിൽ ഓരോ പ്ലോട്ടുകളും നമ്മുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ നാം മനസ്സിലാക്കുന്നത് എന്തായിരുന്നു നമ്മുടെ കേരളം, ഇന്ന് ഏത് രീതിയിലാണ് നമ്മുടെ കേരളം എത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അത്തച്ചമയ ഘോഷയാത്ര എന്ന് പറയുന്നത് മലയാളികൾക്ക് എത്രത്തോളം തന്നെ വികാരം ഉണർത്തുന്ന ഒരു കാര്യമാണ്. എത്രത്തോളം തന്നെ സാംസ്കാരികമായിട്ടും സംസ്കാരത്തെ ഒക്കെ തന്നെ എത്രത്തോളം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് നമ്മൾ മലയാളികൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എത്രയൊക്കെ തന്നെ മോഡേൺ ആയിട്ട് ചിന്തിച്ചാലും സംസ്കാരം എന്താണ് അതിനെ വിട്ടുകളയാൻ തന്നെ നമ്മൾ മലയാളികൾ ഒട്ടും തന്നെ ഒരുക്കമല്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ താഴത്തില്ല എന്ന് പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ മുമ്പോട്ട് കയറി വരുന്നുണ്ട്. ആ ഒരു ആവേശം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് തൃപ്പൂണിത്തുറക്കാരും നമ്മൾ മലയാളികളും ഓണത്തെ ആഘോഷത്തോടെ തന്നെ വരവേൽക്കാൻ കാത്തിരിക്കുന്നത്. ആ ഓണാഘോഷം ഇവിടുത്തെ ഈ ഒരു കാഴ്ചകളിൽ കൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വെയിലോ മഴയോ ഒന്നും തന്നെ നമ്മുടെ മലയാളികൾക്കോ നമ്മൾക്കോ പ്രശ്നമല്ല. കാരണം ഓണം എന്ന് പറയുന്നത് നമ്മൾ വർഷാവർഷം ആഘോഷിച്ചു പോകുന്ന നമ്മുടെ ഒരു ഉത്സവമാണ്. എത്ര തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് പുത്തനായിട്ടുള്ള ഒരു പുതിയ വർഷം അല്ലെങ്കിൽ പുതിയൊരു ജീവിതം, പുതിയൊരു സ്വപ്നങ്ങളെ എല്ലാം പടുത്തുയർത്തിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഓണത്തെ വരവേൽക്കുന്നത്. ആ ഓണം ഇതുപോലെ അത്തച്ചമയ ഘോഷയാത്രയോടൊപ്പം വർണ്ണങ്ങളും ആഘോഷങ്ങളും പാട്ടും മേളവും വാദ്യവും മയിലാട്ടവും കരകാട്ടവും തുടങ്ങിയ എല്ലാ ആഘോഷങ്ങളോടും കൂടി തന്നെ പുതുതായിട്ട് നമ്മൾ ഓണം ആഘോഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ പറയാൻ വാക്കുകളില്ല വിനോദ്. അത്രയേറെ മനസ്സും ശരീരവും എല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അത്രമേൽ ആഘോഷത്തിലാണ് ഈ തൃപ്പൂണിത്തുറക്കാർ. ഇനി ഓണം എന്ന് പറയുന്നത് മലയാളികളുടെ തന്നെ ആഘോഷമാണ്. അപ്പോൾ അത്തച്ചമയ ഘോഷയാത്ര ഇവിടെ തൃപ്പൂണിത്തുറയിൽ നിന്നും ചമഞ്ഞൊരുങ്ങി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിനിയും തിരുവോണത്തിനെത്തി കലാശിക്കുമ്പോൾ അല്ലെങ്കിൽ അതിലേറെ ആഘോഷപൂർണ്ണമായിട്ട് കേരളത്തിൻ്റെ മുക്കും മൂലയിലുമുള്ള ജനങ്ങൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം സ്നേഹത്തോടു കൂടിയുള്ള ഒരു ഓണാശംസ അഡ്വാൻസ് ആയിട്ട് തന്നെ നേരുകയാണ്. അപ്പോൾ അത്തച്ചമയ ഘോഷയാത്രയുടെ വിശേഷങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. അത്രയേറെ ഉണ്ട്, വാക്കുകളാൽ ഒട്ടും വർണ്ണനീയമല്ല. അതുപോലെയുണ്ട്. അഞ്ജന പറഞ്ഞിട്ടും ആ വിശേഷങ്ങൾ തീരുന്നില്ല. എന്തൊക്കെ പറയണം, ഏതെല്ലാം കാര്യങ്ങൾ പറയണം എന്നുള്ളത് തന്നെ നമുക്ക് തന്നെ വലിയ സന്ദേഹമാണ്. എന്തെല്ലാം പറഞ്ഞാൽ പറ്റും, ഏതാണ് പറയേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ വിട്ടുപോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംശയമാണ്. ഇതിൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ, നേരത്തെ അഞ്ജന പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ഒരു കൃത്യമായ ഒരു ചിത്രം ഈ അത്തച്ചമയ ഘോഷയാത്രയിൽ കാണാം. നമ്മൾക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പ്രളയത്തിലുണ്ടായ നഷ്ടം പോലും, ആ ദുഃഖം പോലും ഈ അത്തച്ചമയ ഘോഷയാത്രയിൽ പ്ലോട്ടായിട്ട് വരുന്നത് കണ്ടു. അതായത് വയനാടിൻ്റെ ദുഃഖം വരെ ഇതിൽ ചാലിച്ചു വച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, കേരളത്തിൽ നടക്കുന്ന വിവാഹങ്ങൾ അത്തരം ജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓണസദ്യ, ഓണക്കളികൾ, അതേപോലെ തന്നെ ഓണവുമായി ബന്ധപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം ഒരു നേർചിത്രം ഈ അത്തച്ചമയ ഘോഷയാത്രയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ലേ അഞ്ജന?
അതെ, വളരെ വ്യക്തമാണ് വിനോദ് പറഞ്ഞതുപോലെ തന്നെ. കേരളം എന്താണ്, അല്ലെ കേരളം എന്തായിരുന്നു എന്ന് ഇനി വരുന്ന തലമുറയ്ക്ക് ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു അധച്ചമയ ഘോഷയാത്ര ഒന്ന് എടുത്തു കണ്ടു കഴിഞ്ഞാൽ ചുരുക്കമായിട്ട് നമ്മുടെ കേരളം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയ്ക്കും വർണ്ണനീയമായ രീതിയിൽ തന്നെയാണ് കേരളത്തെ വരച്ച് കാട്ടിയിരിക്കുന്നത്. ഓരോ ചെറിയ കാര്യങ്ങളും ഞാൻ കുറേ കാര്യങ്ങൾ തന്നെ പറയാൻ വിട്ടുപോകുന്നുണ്ട്. കാരണം ഓർത്തെടുക്കാൻ പറ്റാത്തത്ര രീതിയിലുള്ള ആഘോഷങ്ങളും നമ്മുടെ കേരളം എന്തെന്ന് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളുമാണ് നമുക്ക് മുൻപിലുണ്ടായിരുന്നത്. അങ്ങനെ ഒരു വർണ്ണനീയമായ നിമിഷങ്ങളായിരുന്നു, മണിക്കൂറുകളായിരുന്നു ഇപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കാണാൻ സാധിച്ചത്. ജനത്തിനൊപ്പം നിന്ന് ജനവും നിങ്ങളോടൊപ്പം അത്തച്ചമയവും ഓണാഘോഷവും ഒക്കെ ആഘോഷിക്കാൻ മുന്നോട്ട് വരികയാണ്. ഒത്തിരിയേറെ കാഴ്ചകളുണ്ട്, ഇനിയും പറയാനേറെ കാഴ്ചകളുണ്ട്. വളരെ ചെറിയ രീതിയിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളെയും വളരെ വ്യക്തമായി തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. കൊച്ചു കുട്ടികളെയാണ് എടുത്തു പറയേണ്ടത്. ഈ ഓണമാകുമ്പോൾ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. കാരണം ഓണം അടുക്കുന്നു, ഓണാഘോഷമാണ്, 10 ദിവസത്തെ അവധിയുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആകുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ സന്തോഷമാകുന്നുണ്ട്. കാരണം ഇതുപോലുള്ള കുട്ടികളെയും ആചാരങ്ങളെയും നമ്മുടെ അനുഷ്ഠാനങ്ങളെയും ഒക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഓണത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ ഒത്തുചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് കാറ്റോ മഴയോ വെയിലോ ഒന്നും ഒരു പ്രശ്നമല്ല. എന്താണ് ഞങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കുന്നു അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇവിടെ വന്നു ചേരാൻ സാധിക്കാത്തവർക്ക് ഈ ഓണച്ചമയം അല്ലെങ്കിൽ അത്തച്ചമയം എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുക. അവർക്ക് പറ്റുന്ന രീതിയിലേക്ക് ആഘോഷങ്ങളും കാര്യങ്ങളും എത്തിക്കുക എന്നുള്ളതാണ്. നയന മനോഹരമാണ്. അത്രയേൽ പറഞ്ഞു അറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും കുറേയേറെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് പറയാനും ജനങ്ങളിലേക്ക് എത്തിക്കാനുമുണ്ട്. അത് എത്തിക്കണമെങ്കിൽ ഞാൻ ഇനിയും ഇവിടുന്ന് മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചകൾ ഏറെ കാണാൻ സാധിക്കും. അപ്പോൾ ആ കാഴ്ചകളിലേക്കും ഉടനെ തന്നെ ഞാൻ എത്താം. വിനോദ്.